നമസ്തേ. ജ്യോതിശാസ്ത്രത്തിൽ 12 രാശിയും 9 ഗ്രഹങ്ങളുമാണ് ഉള്ളത്. അതായത് മേടം മുതൽ മീനം വരെയുള്ള രാശികൾ. ഈ രാശിയിൽ ഓരോ ഗ്രഹത്തിനും പല ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ രാജയോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചൊവ്വ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയിലും നിൽക്കുമ്പോൾ എന്തൊക്കെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചൊവ്വ 49 ദിവസം കൊണ്ടാണ് ഒരു രാശി പൂർത്തിയാക്കുന്നത്. ചൊവ്വയുടെ സ്വക്ഷേത്രം മേടവും വൃശ്ചികവുമാണ്. ഉച്ചക്ഷേത്രം മകരവും നീചക്ഷേത്രം കർക്കിടകവുമാകുന്നു. നല്ല ചുമപ്പ് നിറത്തോടു കൂടിയവനും സൗന്ദര്യവും ശൃംഗാരഭാവവും ഉള്ളവനും ക്രൂരമായ കണ്ണുള്ളവനും ചഞ്ചല സ്വഭാവക്കാരനും കൃശമായ അരക്കെട്ടുള്ളവനും യൗവനയുക്തമായ ശരീരവും ശ്രേഷ്ഠമായ ശീലവും പിത്തപ്രകൃതിയുള്ളവനും എന്നിവയോട് കൂടിയ ആളാകുന്നു ചൊവ്വ. ചൊവ്വ ഊർജ്ജസ്വലതയുള്ളവനാണ്. സൈനിക സംരംഭങ്ങൾക്ക് കാരകനുമാണ്. സ്വതന്ത്രശീലവും ധൈര്യത്തോടുകൂടി ഓരോ കാര്യങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള കരുത്തും ഉണ്ടാകും. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പോലെ ഉന്മേഷവാനാണ്. പ്രായത്തേക്കാൾ വളരെ ചെറുപ്പമായിട്ടാണ് ഇവരെ കാണപ്പെടുക. മനുഷ്യരുടെ ഇടയിൽ നേതൃത്വം സമ്പാദിക്കുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് ചൊവ്വയാണ്. മരണത്തെ ഭയപ്പെടാതെയും ശത്രുവിനെ തൃണവൽഗണിച്ചും ആത്മവിശ്വാസത്തോടും സ്വാതന്ത്ര്യബുദ്ധിയോടുകൂടിയും മുന്നോട്ടു പോകുവാനുള്ള ശക്തി നൽകുന്നത് ചൊവ്വയാണ്. ചൊവ്വ സ്വക്ഷേത്രങ്ങളായ മേടം വൃശ്ചികം എന്നീ രാശികളിൽ സ്ഥിതി ചെയ്താൽ രാജപൂജിതനായിരിക്കും. ധനം കൂടുതലുണ്ടാകും. ഇവരുടെ ശരീരത്തിൽ മുറിവുകളുടെയോ വ്രണങ്ങളുടെയോ അടയാളമുണ്ടായിരിക്കും. സൈന്യത്തിലോ പോലീസിലോ ജോലി കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവത്തിലോ തുലാത്തിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സ്ത്രീജിതനായിരിക്കും. മിക്കപ്പോഴും പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അലങ്കാരങ്ങളിൽ താൽപ്പര്യമുള്ളവനായിരിക്കും. ഇവരുടെ വാക്കും മനസ്സും രണ്ടു വിധമായിരിക്കും. ഇവർ പൊതുവെ ബന്ധുക്കൾക്ക് അനുകൂലികളായിരിക്കുകയില്ല. ബുധക്ഷേത്രമായ മിഥുനത്തിലോ കന്നിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ സംഗീതത്തിൽ വാസനയുള്ളവരുമായിരിക്കും. പോരാട്ടത്തിൽ സമർത്ഥരും നിർഭയമുള്ളവരുമായിരിക്കും. പിശുക്കന്മാരും ബന്ധുക്കൾ ഇല്ലാത്തവരുമായിരിക്കുന്നതാണ്. ബുധക്ഷേത്രമായ മിഥുനത്തിലോ കന്നിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ സംഗീതത്തിൽ വാസനയുള്ളവനായിരിക്കും. പോരാട്ടത്തിൽ സമർത്ഥനും നിർഭയമുള്ളവനുമായിരിക്കും. പിശുക്കന്മാരും ബന്ധുക്കൾ ഇല്ലാത്തവനുമായി തീരുന്നതാണ്. ചന്ദ്രക്ഷേത്രമായ കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ധനവാനാകുകയും നിർബന്ധ സ്വഭാവമുള്ളവരാണ്. അംഗവൈകല്യം ഉണ്ടാകുകയും ജലവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമാണ്. ആദിത്യക്ഷേത്രമായ ചിങ്ങത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ സമ്പത്തില്ലാത്തവനും ക്ലേശിക്കുന്നവനുമായിരിക്കും. ഈ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന പുരുഷന്മാർക്ക് ഭാര്യാപുത്രഭാഗ്യം കുറവാണ്. വ്യാഴക്ഷേത്രമായ ധനുവിലോ മീനത്തിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചവർ പ്രസിദ്ധരാകും. ഉദ്യോഗം ലഭിക്കും. ഇവർക്ക് പുത്രന്മാർ കുറഞ്ഞിരിക്കും. നല്ല പദവിയും സ്ഥാനവും ലഭിക്കുന്നതാണ്. കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നതുമാണ്. ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അസത്യവാദികളും ഒന്നിലധികം ആശങ്കയില്ലാത്തവനുമായിരിക്കും. ഉച്ചക്ഷേത്രമായ മകരത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിച്ചാൽ നല്ല സഹോദരങ്ങളും പുത്രന്മാരുണ്ടാകുന്നതുമാണ്. വളരെ സമ്പത്തും പ്രതാപവും നേടും.